അപ്പോൾ ഗൈസ് നമ്മുടെ മുമ്പത്തെ ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പം അടുത്ത ചാലഞ്ചിലേക്ക് പോകാം. രണ്ടുകൂടെ ഒരു വീഡിയോ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചാലഞ്ചിലേക്ക് പോകാം. അത് മാത്രമല്ല നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു, നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ വലിയ ക്ലാരിറ്റി, അത്രയ്ക്ക് നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ല. അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് നാരങ്ങ തിന്നൽ. അപ്പോൾ നമ്മുടെ നാരങ്ങ നമ്മൾ തിന്നുന്നതാണ് അടുത്ത ചാലഞ്ച്. നാരങ്ങ തരുന്ന നാരങ്ങ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ വേണം നമ്മൾ തിന്നാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ജഡ്ജി എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറമാനായ അമ്മയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ് നമ്മൾ നാരങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, എല്ലാവരും നാരങ്ങ കഴിക്കാനായിട്ട് പോകണം. ഇതെന്തോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇവിടെ ഒരു നെഗറ്റീവ് വോളിയുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കിടന്ന് തുടങ്ങിയതാണ്. നമ്മുടെ അച്ചാമ്മയാണത്. അതിനൊന്നും നമ്മൾ പാവാണ് കേട്ടോ, പക്ഷെ പാവാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും വക വെക്കാതെ നമ്മൾ അടുത്ത ചാലഞ്ചിലേക്ക് പോവാണ്. നല്ല മഴ ഉറക്കുന്നുണ്ട്. ഓ, മഴ വീഴുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യം നാരങ്ങ തിന്നാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇളയ കൊച്ചായിട്ടുള്ള ശ്രീകുട്ടാണ്. ശ്രീകുട്ട മോനെ ഇങ്ങ് വാടാ, ചെല്ല്. ഓരോരുത്തരായിട്ടാണ് ഒരു എക്സ്പ്രഷനും പാടില്ല. അങ്ങോട്ട് തിരിഞ്ഞു മോനെ. അടി അവിടെ നോക്കിക്കോണേ, ചിരിക്കരുത്. ചിരിക്കാനൊന്നും പാടില്ല, ചവയ്ക്കണം. ആദ്യമേ എക്സ്പ്രഷൻ കാണിച്ചായിരുന്നു. ഇല്ല ഞാനിങ്ങനെ തുപ്പി ഔട്ട്. അവൻ ഔട്ടായി. അപ്പൊ ഗൈസ് ഇവൻ ഇടയ്ക്കൂടെ എക്സ്പ്രഷനും ഇട്ട് അതുപോലെ തന്നെ തുപ്പുകയും ചെയ്ത് അത് ഫുൾ അതിൻ്റെ നീരെല്ലാം ഇറക്കി അത് നല്ല ഇതാക്കിയിട്ട് അത് കളയാൻ പാടുള്ളൂ. എന്തോ കാണിക്കും മോനെ, ഏറ്റവും ഇളയതുകൊണ്ട് ഇച്ചിരി അരിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ആളാണ് കുഞ്ഞാവ. അതൊന്നും പറ്റത്തില്ല. ഓക്കെ, അങ്ങോട്ട് നീക്കുക. ശരി, അങ്ങോട്ട് നീക്കുക. ചവയ്ക്കുന്നില്ല, കള്ളത്തരം. അത് ചവയ്ക്ക്. ഇത് ഫൗളാണ് കാണിച്ചോണ്ടിരുന്നത്. എക്സ്പ്രഷൻ ഇട്ട് ഔട്ട്. അതുപോലെ തന്നെ ചവച്ചില്ല ഇത്ര നേരം വേണ്ട. അത് അപ്പൊ കുഞ്ഞാ ഭയങ്കര ഉടായ്പായിരുന്നു, ഫുൾ ഉടായ്പായിരുന്നു. അത് വായിക്കാതിട്ട് കറക്കി കളിക്കുമായിരുന്നു. അവൾക്ക് ചവയ്ക്കാനുള്ളതിനെ അവൾ കറക്കി കളിക്കുമായിരുന്നു. അതുകൊണ്ട് അവൾ ഔട്ടായി. അത് മാത്രമല്ല അവൾ എക്സ്പ്രഷൻ ഇട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ആളാണ് ആവണി വായോ. അപ്പൊ ഗൈസ് അവർ രണ്ടുപേരും ചിരിയുടെ ഇളയതായതുകൊണ്ട് അവരങ്ങ് പോയി. ഇനി ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് കോമ്പറ്റീഷൻ. ആദ്യം ആരാണ് എക്സ്പ്രഷൻ ഇടുന്നത് എനിക്ക് ഇപ്പഴേ ഈ കൊച്ചിന് വെപ്രാളത്തിന് ആവശ്യമില്ല. കൊച്ചു ഇടക്കിടക്കൊക്കെ ചെയ്യുന്നത്. അയ്യോ, ചവയ്ക്കണം. ഉടായ്പ കാണിച്ച ഔട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഉടായ്പ കാണിക്കല്ലേ. ആണി വെച്ച് മുത്തേച്ചി ഒന്ന് കാണിച്ചടി. ഓക്കെ, ചാമ അവിടെ നിന്ന് കമന്റ് ഇടുന്നുണ്ട് ഗായ്സ്. അവനിക്ക് ഒന്നുമില്ല. ചേച്ചിയുടെ മുഖത്ത് എക്സ്പ്രഷൻ വന്നു തുടങ്ങി. എങ്ങനെ തിരിച്ചൊരു പരുവായി വായിക്കണം. ഇറക്കണോ? വേണ്ട ഇറക്കൊന്നും വേണ്ടല്ല. ഇറക്കിക്കോ. അപ്പൊ നമ്മുടെ ഞാനും ഫുള്ള് തിന്ന്, ഞാനും എക്സ്പ്രഷൻ ഇട്ടില്ല, ഇവളും എക്സ്പ്രഷൻ ഇട്ടില്ല. പക്ഷെ ഇവളാണേലും ആദ്യം തിന്നിറക്കി. അതുകൊണ്ട് അവളാണ് ഫസ്റ്റ്. ആദ്യം ചവച്ചപ്പോ ഇങ്ങനെ ഒരു ഇത് വന്നു. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാൻ ഞാൻ നോക്കുവായിരുന്നു. വായിക്കകത്ത് ഭയങ്കര കയ്പ്. നമുക്ക് ഒട്ടുകൂടി പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ലാസ്റ്റ് ആ തൊലി തിന്നപ്പോ ഇച്ചിരി കയ്പുണ്ടായിരുന്നു. അതാ ചവയ്ക്കണ്ട തുപ്പാന്ന് വിചാരിച്ചു. പിന്നെ വാശിയേറിയ പോരാട്ടത്തിൽ ഞാൻ ചവച്ചരച്ച് തിന്ന്. ഞാനും ചവച്ചരച്ച് പകുതി എത്തിയപ്പം ഇറക്കാന്ന് തീരുമാനിച്ചു. അവിടെ നേരത്തെ ചവച്ചരച്ച് ഇറക്കിയോണ്ട്
ഉമ്മനീരിറക്കാൻ വയ്യ കഴിക്കുന്നു. അത് ശരിയാ. അപ്പൊ അവൾക്ക് ഫസ്റ്റും എനിക്ക് സെക്കൻഡ് ആണ്. ബാക്കി 2 പിള്ളേരും തോറ്റു പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സമ്മാനമൊന്നും ഇല്ലയോ? അതാ നമുക്ക് സമ്മാനമൊന്നുമില്ല. പോയി നോക്കിയിട്ട് വാ. അപ്പം കഴിക്കുന്ന ആടുജീവിതത്തിന്റെ ബുക്ക് കിട്ടും. ഒന്നും പറയാൻ വയ്യ. കഴിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ പുസ്തകം എടുത്തായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ പോകണം. നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ചെറിയ കയ്പൊക്കെ ഉണ്ട്, സഹിക്കാൻ വയ്യ. കുഴപ്പമില്ല. അപ്പം നമ്മുടെ സമ്മാനം എന്താണെന്ന് നോക്കാം. എന്താണ് കുട്ടി? അരവണ പായസമാണ് സമ്മാനം. തന്നോളൂ. ഞങ്ങൾ 2 പേരുടെ ഡേറ്റ് വേണമെന്നായിരിക്കും. തരൂ. ഫസ്റ്റ് സെക്കൻഡ് കുപ്പിയോടിക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാനിതധികം തിന്നത്തില്ല. മധുരമൊന്നും ഞാൻ കഴിക്കാത്തൊരു കുട്ടിയായതുകൊണ്ട് തന്നെ അധികം തിന്നത്തില്ല. സത്യമായിട്ടും ഞാൻ അധികം തിന്നത്തില്ല. അപ്പം ഞങ്ങൾ എവിടെ തിന്നാൻ പോടാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. വാ നിങ്ങൾ വാ. അതുകൂടി എടുത്തോണ്ട് വാ. അപ്പൊ വാ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നു എനിക്കറിയില്ല. സൈഡ് നേരെയാണല്ലേ? വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ശ്രീകുട്ടൻ ഉണ്ടാക്കിയതാണ്. ക്ലേ വെച്ചിട്ട് ഒരു ആന. പകുതി പാകേ ഉള്ളൂ, ഫുൾ അവൻ ഉണ്ടാക്കിയില്ല. അപ്പം ഒരു കൊമ്പൊക്കെ പറിച്ചെടുക്കുന്നു. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും ടാറ്റാ ബൈ.